എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾക്ക് മക്കളെ ചേർത്ത് പിടിക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങളുടെ മക്കളെ ചേർത്ത് പിടിക്കാൻ പറ്റുന്നുണ്ടോ? അവരോട് നിങ്ങൾ സംസാരിക്കാറുണ്ടോ? ഉണ്ടോന്ന്? എപ്പോ? എങ്ങനെ? മുഖത്ത് നോക്കി സംസാരിക്കാറുണ്ടോ? സത്യം പറ. അതിപ്പോ അച്ഛാ ഇപ്പം മുഖത്ത് നോട്ടം കുറവാണ്. കാരണം മൊബൈലിലൂടെയാണല്ലോ അല്ലേ? മൊബൈലിലൂടെയാണല്ലോ പല കുടുംബത്തിലെയും കമ്മ്യൂണിക്കേഷൻസ്. അച്ഛാ മുഖത്ത് നോക്കാനായിട്ട് ഇപ്പൊ മുഖത്ത് നോക്കാൻ ആളെ കിട്ടില്ല, എപ്പോഴും കുത്തിക്കൊണ്ടിരിക്കുക. കുറെ നാളുകൾക്ക് മുമ്പ് ഒരു വീട്ടില് ധ്യാനത്തിന്റെ അവസരത്തിൽ വീട് സന്ദർശനം. അപ്പൊ വീട്ടിൽ എല്ലാവരും ഒക്കെ ഉണ്ടായിരിക്കണമെന്നാണ് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. ഒരു വീട്ടിലോട്ട് ചെന്നപ്പോൾ ഒരു ചേച്ചി മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചു, ചേച്ചി മക്കളൊന്നുമില്ല, ഭർത്താവൊക്കെ എന്തേ? ഭർത്താവ് ജോലിക്ക് പോയച്ച ഇവിടെ ഇല്ല. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, മക്കൾ ഉണ്ടച്ചാ വിളിക്കാം. ഉടനെ തന്നെ അമ്മ മൊബൈൽ കുത്തുന്നു. ഞാൻ വിചാരിച്ചു പുറത്തെവിടെയോ പോയിരിക്കുകയാണ്. എടി രശ്മി, നീ എവിടെയാ ഇങ്ങോട്ട് വന്നേ? ആഹാ, ഞാൻ കാണുന്ന കാഴ്ച എന്താണെന്നറിയാവോ? തൊട്ടപ്പുറത്തെ വാതിൽ തുറന്ന് രശ്മി പുറത്തു വന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, രശ്മി മാത്രം അല്ലച്ചാ, ദേ ഉണ്ട് രാജേഷേ. എടാ നീ എവിടെയാ? ദേ രാജേഷ് തൊട്ടപ്പുറത്ത് മുറി വാതിൽ തുറന്ന് പുറത്തു. ഞാൻ ചോദിച്ചു, അല്ല ഇത് അപ്പുറത്തും ഇപ്പുറത്തും അല്ല, പോയി മുട്ടിയാ പോരെ? മുട്ടിയാ തുറക്കിയല്ലച്ചാ. കാരണം എന്താ? ആ ചെവിയിൽ ആ സാമാനം തിരികെ വെച്ചോണ്ടിരിക്കുവല്ലേ. ചെവിയിൽ 24 മണിക്കൂർ ഈ സാധനം തിരികെ വെച്ചിരിക്കുക, ശരി, ഇയർഫോൺ. അതുകൊണ്ട് നമ്മൾ മുട്ടിയാലൊന്നും കേൾക്കത്തില്ല. പിന്നെ ഉണ്ടല്ലോ ഒരു ഗുണമുണ്ട്, മൊബൈലിൽ നോക്കി അറിയാൻ പറ്റും ഇവൻ ഓൺലൈൻ ആണോ അല്ലേന്ന്. അതുകൊണ്ട് വിളിച്ചാൽ അപ്പം തന്നെ ഉത്തരവുണ്ട്. ഫോണിൽ വിളിക്കണമെന്നേ ഉള്ളൂ, നേരെ ഒന്നും കിട്ടത്തില്ല. അച്ഛാ കാലം മാറിയില്ലേ? അച്ഛനും അറിയാലോ മാറ്റങ്ങൾ. എന്നെ ആ ചേച്ചി ഉപദേശിച്ച് ശാന്തമാക്കി പറഞ്ഞു വിട്ടു. മനസ്സിലാവുന്നുണ്ടോ? മുഖത്ത് നോക്കിയുള്ള സംസാരങ്ങളൊക്കെ കുറഞ്ഞെന്ന്. നിങ്ങളുടെ മക്കളെ, നമ്മുടെ കുടുംബാംഗങ്ങളെ അടുത്തിരുത്തി ഒന്ന് സ്നേഹിക്കാനായിട്ടുള്ളൊരു തീരുമാനം.